ഹലോ ഹലോ വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കാൻ പോണേ. അയില ഒരു 3/4 കിലോ അയിലയുണ്ട്, എടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായ അരിഞ്ഞ് വെച്ച് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെള്ളത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, ഒരു ചെറിയൊരു മാങ്ങ, വലിയ പുളിയില്ലാത്ത മാങ്ങയുണ്ട്, ഒരു മാങ്ങ എടുത്തേക്കുന്നേ. അപ്പം നമുക്കിതിന് റെഡിയാക്കാൻ തുടങ്ങേ. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ സ്റ്റൗ കത്തിക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മൾ ചട്ടി ചൂടായി. ഇതിനകത്ത് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ ഉലുവ എല്ലാം പൊട്ടി. ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയെ അതരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വാടട്ടെ. അങ്ങ് മൊരിഞ്ഞൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. നമ്മുടെ ഈ ഉള്ളി വാടുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുറി തേങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നല്ല മഷി പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമ്മളെ ഈ വാടിയ ഉള്ളിയിലോട്ട് നമുക്ക് അരച്ചുകൊണ്ട് വന്ന് അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കഷ്ണങ്ങളെല്ലാം ഇല്ലേ, അന്നേരം കുറച്ച് വെള്ളം ഒഴിക്കാം. മതിയേ. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ മീനിൻ്റെ കറി തിളച്ച് അരപ്പ് തിളച്ച്. ഇനി ഇതിലോട്ട് ഈ മാങ്ങയില്ലേ, മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ നേന്ത്രക്കായ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, വെള്ളത്തിട്ടേക്കുന്ന അതും ഇട്ട് കൊടുക്കേ. ഇത് ഒരു നേന്ത്രക്കായ. ഇനി ഇതിലോട്ട് ഞാനൊരു മുരിങ്ങയ്ക്ക അതും ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക.
ഇതില് നമ്മുടെ ഈ കഴി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനില്ലേ, മീൻ ഇട്ട് കൊടുക്കാം. ഇതായില്ലേ, മീനിപ്പോ ഏതായാലും കുഴപ്പമില്ല, ഏത് മീനും ഉപയോഗിക്കാം. ഇങ്ങനൊക്കെ മീൻ കറിയൊക്കെ വെച്ച് എന്ത് ടേസ്റ്റാണെന്നറിയാവോ. അപ്പൊ മാങ്ങ ഇല്ലെങ്കിൽ തക്കാളി, ഇതിന് പകരം തക്കാളി ഇടാം. ഇനി ഇതൊന്ന് നല്ല തിളച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് തീരെ കുറച്ചിടാം. അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് മീനിന് അതേപോലെ ഇടരുതേ. മീൻ എപ്പോഴും മീൻ മാത്രം ഇട്ട് വെക്കുന്ന കണക്ക് സിമ്മിലിട്ട് വെക്കും. തീരെ കുറച്ചിടരുത്. ഒരു മീഡിയത്തിന് കുറച്ചുകൂടെ താഴെ, സിമ്മിന് ഇച്ചിക്കൂടെ മുകളിലിട്ട് തിളപ്പിച്ച്. കാര്യം കഷ്ണമൊക്കെ ഇല്ലേ നമ്മുടെ ഇതിനകത്ത്, കായുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ മുരിങ്ങയ്ക്കയുണ്ട്, അതിനൊക്കെ വേവുണ്ടേ. അന്നേരം അതനുസരിച്ച് തീ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് കൊടുക്കണം. ആ കൂടിയ തീ കിടന്നിട്ട് പിന്നെ ഒരു മീഡിയത്തിനും താഴെ കേട്ടോ, അത് കിടന്ന് വെന്ത് ഈ മാങ്ങയിൽ ഇതിലെല്ലാം ഉപ്പും പുളിയും എല്ലാം പിടിക്കും. അതുവരെ അങ്ങനെ ആ തീയിലിട്ട് കൊടുക്കും. തീരെ കുറച്ച് വെക്കരുത്. സാധാരണ മീൻ മാത്രം വെക്കുമ്പോൾ തീരെ കുറച്ചിട്ട് വെക്കാം. നമ്മുടെ കറി തിളച്ചു. കറി എത്ര തിളച്ച അരപ്പായാലും കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ആ തിളയൊക്കെ ഒന്ന് അടങ്ങും. വീണ്ടും അത് തിളച്ചിട്ടേ പിന്നെ അടയ്ക്കാവുള്ളൂ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇനി തീ ഒന്ന് മീഡിയത്തിലിടാം. മീഡിയത്തിലും ഇച്ചിരി താഴെ വെക്കാം, സിമ്മിലിടരുതേ. കാര്യം പച്ചക്കായൊക്കെ ഇല്ലേ, അതൊക്കെ വേവണ്ടേ. അപ്പൊ ഇങ്ങനെ നടന്ന് ഒരു 7-8, ഇനി ഇടയ്ക്കൊന്ന് ഞാൻ തുറക്കും കേട്ടോ, ഒരു തുറന്നു നോക്കാം. നമ്മളെ മീൻ കറി നോക്കേ. ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. 4 മിനിറ്റ് കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഞാൻ ഉള്ളി ഇടാൻ നേരത്ത് മുഴുത്ത ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്. ഇതിങ്ങനെ ഇട്ട് തീരെ കുറച്ച് ഇനി സിമ്മിലിട്ട് വെക്കേ. ഇനി ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കേ, ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, നല്ല വറ്റി വന്നു. നോക്കേ, ഇളച്ച് തീരെ കുറച്ചിട്ടേക്ക് വരുന്ന 2ാമത്തെ പ്രാവശ്യം. നമുക്ക് കറി ചാറ് തോര വേണമെങ്കിൽ ഇത്രയിട്ടൊക്കെ വറ്റിക്കണ്ട കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഓക്കെ, ഒന്നും വെന്ത് കുഴച്ചിട്ടുമില്ല. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ടേ. ഉപ്പ് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്, നല്ല ബെസ്റ്റ് കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. അപ്പം നമ്മൾ കറി എടുത്ത് താഴോട്ട് വെക്കാം. ഓക്കെ, നല്ല മണം. ഇനി ഇത് ഞാൻ ഒരു വേറെ പ്ലേറ്റിലൊന്നും മാറ്റുന്നില്ല. ഞാൻ കുറച്ച് കറി ഈ ചോറിലോട്ട്, നല്ല കുത്തരി ചോറിലോട്ട് കുറച്ച് കറി എടുത്ത് വയ്ക്കാം. ആ കഷ്ണങ്ങൾ മുരിങ്ങയ്ക്കൊന്നൊക്കെ ഒന്നും ഒടിയാതെ, ഇളകാതെ, പൊടിയാതെ എല്ലാം ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ തവിയിട്ട് ഇളക്കി പൊടിക്കുന്നതേ ഉള്ളേ.
ഓക്കെ. ഈ ചോറിനകത്തോട്ട് ഈ മീൻകറി ഇട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. പറയുമ്പം തന്നെ വായിന്ന് വെള്ളം വരുന്നത്. നല്ല ടേസ്റ്റായി ഈ കറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം